ബഹുമാന്യരെ, നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിനായി സമസ്ത നായർ സമാജത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയനായ അഡ്വക്കേറ്റ് തിരുവാർപ്പ് പരമേശ്വരൻ നായർ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മലയാളക്കരയുടെ ആധ്യാത്മിക തേജസ്സായിരുന്ന ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 89ാമത് മഹാസമാധിയോടനുബന്ധിച്ചുള്ള പന്മന തീർത്ഥാടനവും ഘോഷയാത്രയും ആരംഭിക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാകട്ടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ എ വി രാമകൃഷ്ണപിള്ള അവറുകളാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്ന ആദരണീയരായ മഹത്തുക്കളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കുകയാണ്. ഇതിൽ സംബന്ധിക്കാനെത്തിയ ഈ സമുദായ സ്നേഹികളും സജ്ജനങ്ങളെയും ആദരപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ യോഗ നടപടികൾ സമാരംഭിക്കുന്നു. യോഗ നടപടികൾ ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും ശരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷ്യങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സും വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവും പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തിരു മുൻപിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാദി കൃഷ്ണകളാകവേ നീങ്ങി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോത്തിണങ്ങി ജനതാ സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി ജനലോകമെപ്പോഴും ആനന്ദം തേടി വിജയിക്കാൻ നിന്തിരു നാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും പരമപ്രകാശമേ ശരണം നീയെന്നും പരമപ്രകാശമേ ശരണം നീയെന്നും നമ്മുടെ സമുദായത്തിന്റെ ആചാര്യനായ ശ്രീ ചട്ടമ്പിസ്വാമികളെ അനുസ്മരിക്കാനായി 1 മിനിറ്റ് ആചാര്യ അനുസ്മരണം.
നായർ സമുദായത്തിൻ്റെ എക്കാലത്തെയും ആചാര്യനായ, നമ്മുടെ സമുദായത്തിന് എന്നും നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീ മന്നത്ത് പത്മനാഭനെ ഈ വേദിയിൽ നമ്മൾ അനുസ്മരിക്കുന്നു. പന്മന തീർത്ഥാടനത്തോടനുബന്ധിച്ച് സമസ്ത നായർ സമാജം സംഘടിപ്പിക്കുന്ന ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി സമസ്ത നായർ സമാജത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയനായ ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് തിരുവാർപ്പ് പരമേശ്വരൻ ചേട്ടൻ അവർ, ആദരണീയനായ ഈ തീർത്ഥയാത്രയുടെ ഉദ്ഘാടകനായ ബഹുമാന്യനായ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശ്രീ എ വി രാമകൃഷ്ണപിള്ള സാർ, സമസ്ത നായർ സമാജത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പലും പ്രമുഖ ഡോക്ടറുമായ ഡോക്ടർ DM വാസുദേവൻ അവർ, യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയനായ ശ്രീ കാളിദാസ ഭട്ടതിരി അവർ, KDF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ നാട്ടുകാരനായ ശ്രീ P രാമഭദ്രൻ അവർ, ബസവേശ്വര സമിതിയുടെ ദേശീയ നേതാവ് ശ്രീ K പ്രസന്നകുമാർ, അതുപോലെ തന്നെ ഇവിടെ ഇന്ന് എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുള്ള ശ്രീ I ബാബു, ഡോക്ടർ പ്രദീപ് ജ്യോതി, ശ്രീ K ഗോപാലൻ, ശ്രീ തഴവ സഹദേവൻ, ശ്രീ മുളവന തമ്പി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KPMS-ന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ തട്ടാശ്ശേരി രാജൻ, കേരള വിശ്വകർമ്മ സഭയുടെ നേതാവ് ശ്രീ P വേണു, സമസ്ത നായർ സമാജത്തിന്റെ സംസ്ഥാന ട്രഷറർ ഡോക്ടർ KR സുകുമാരപിള്ള അവർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി VS സരോജിനിയമ്മ അവർ, ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ പള്ളിക്കൽ ഗംഗാധരൻ നായർ, സമസ്ത നായർ സമാജത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും ഇതിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ശ്രീ N പ്രഭാകരൻ നായർ അവർ, സമസ്ത നായർ സമാജത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ കുടുമൻ രവീന്ദ്രൻ നായർ, സംസ്ഥാന സെക്രട്ടറി ശ്രീ TP രാജൻ നമ്പ്യാർ, ശ്രീ P മുരളീധര കൈമൾ, കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ TR കൃഷ്ണൻ നായർ, സമസ്ത നായർ വനിതാ സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഗിരിജാദേവി, ജില്ലാ സെക്രട്ടറി ശ്രീ ശൂർനാട് രാധാകൃഷ്ണൻ, കൺവീനർ ശ്രീ രാജേഷ് പട്ടശ്ശേരില്, എന്റെ ബഹുമാന്യരായ സമസ്ത നായർ സമാജത്തിന്റെ പ്രവർത്തകരെ, ആരാധ്യരായ സ്വാമി ഭക്തന്മാർ, യോഗം ഏതാണ്ട് 1 മണിക്കൂർ താമസിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേക കാലാവസ്ഥ നിങ്ങൾക്കറിയാം. രാവിലെ മുതൽ നമ്മുടെ നാട്ടിലെ പലയിടത്തും മഴയും വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരേണ്ട തീർത്ഥാടകരുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾ സമയത്ത് എത്തിച്ചേർന്നിട്ട് പോലും നമുക്കൊരല്പം മുന്നോട്ട് ഈ യോഗം കൊണ്ടുപോകേണ്ടി വന്നു. അതിന് ഞാൻ അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഈ യോഗ നടപടികളുടെ ഭാഗമായ സ്വാഗത പ്രസംഗമാണ് എനിക്കുള്ളത്. എങ്കിൽ കൂടി എന്താണ് ഇങ്ങനെയൊരു യോഗം, ഇങ്ങനെയൊരു തീർത്ഥാടനം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കേരളം കണ്ടിട്ടുള്ളത് വെച്ച് സമസ്ത ജനങ്ങളെയും സമസ്ത ജീവജാലങ്ങളെയും ഒരുമയോടുകൂടി കണ്ട കേരളത്തിന്റെ ആത്മീയ തേജസ് ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ നമ്മുടെ നാട്ടിൽ ഈ പന്മനയിൽ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറം മാറി
ഏതാണ്ട് 89 വർഷം മുമ്പ് അദ്ദേഹം ഈ മണ്ണിനോട് ചേർന്നു. അദ്ദേഹത്തിന്റെ മഹാസമാധി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആദിശങ്കരന് ശേഷം കേരളത്തിൽ കണ്ട ഈ മഹാഗുരുവിനെ അത് അർഹിക്കപ്പെടുന്ന രീതിയിൽ ആദരിക്കുവാൻ, അത് ഏറ്റെടുത്ത് നടത്തുവാൻ ഒരുപക്ഷെ അദ്ദേഹം പിറന്നു വീണ ആ സമുദായം ഒരു സമുദായത്തിന്റെയും വക്താവ് അല്ലായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പിറന്നു വീണ സമുദായം പോലും അദ്ദേഹത്തെ അവഗണിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സമാധിയില്, മഹാസമാധിയില് പല സമ്മേളനങ്ങളും നടക്കാറുണ്ട്. നമുക്കറിയാം, വളരെ നാമമാത്രമായ ജനങ്ങളെ മാത്രം ഉള്ള ഒരു പങ്കാളിത്തം. വളരെ വേദന തോന്നുന്ന ഒരു അനുഭവം. കേരളത്തിലെ നമുക്കറിയാം, മഹാനായ മന്നത്ത് പത്മനാഭൻ പോലും പറഞ്ഞിട്ടുണ്ട്, ശ്രീ ചട്ടമ്പി സ്വാമികൾ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അദ്ദേഹം പിറന്നു വീണ സമുദായം നായരായി പോയി. അതുകൊണ്ട് ആർക്കും വേണ്ട, നായരെ ആർക്കും വേണ്ട, നായന്മാർക്കും വേണ്ട. ഞാനിവിടെ സമുദായം പറയുമല്ല, ബഹുമാന്യനായ ജഡ്ജിയൊക്കെ ഇരുത്തിക്കൊണ്ട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. എങ്കിൽ കൂടി പറയാതിരിക്കാനും സാധിക്കുന്നില്ല. ഈ മഹാ തേജസ്സിനെ, ഈ മണ്ണിന്റെ പുണ്യമായ ചട്ടമ്പി സ്വാമികളെ എന്ന് ഈ സമുദായം സ്മരിക്കുന്നുവോ അന്ന് മാത്രമേ ഈ സമുദായത്തിനൊരു ഗതി ഉണ്ടാകൂ. എനിക്കിന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഈ 89ാമത് മഹാസമാധി ദിനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ചട്ടമ്പി സ്വാമികളെ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇന്ന് ഈ പന്മനയിലെ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശമുള്ള ഈ ഗ്രൗണ്ടിൽ നിന്ന് നടക്കുന്ന ഈ സമ്മേളനം. എല്ലാ അർത്ഥത്തിലും എരിപൊയിലിൽ ഈ പങ്കെടുക്കുന്ന ആൾക്കാർ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ചട്ടമ്പി സ്വാമികളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി തീർത്ഥാടകരെ സംഘടിപ്പിക്കാനും വേണ്ടി തന്നെ വളരെയധികം ആൾക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്രാമാന്തരങ്ങളിൽ വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു പ്രതികരണം. ഇന്നൊരു പ്രവർത്തന ദിവസമായിട്ട് പോലും പലരും ഉദ്യോഗത്തിൽ നിന്നും ലീവ് ഒക്കെ എടുത്തുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധിയോടനുബന്ധിച്ച് സമസ്ത നായർ സമാജം ഒരു തീർത്ഥാടനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഞങ്ങളൊരു നാമകരണം ചെയ്തു, പന്മന തീർത്ഥാടനം. അങ്ങനെ പന്മന തീർത്ഥാടനം പത്രങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ ഇന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു. സാധാരണയായിട്ട് പന്മന ആശ്രമത്തിൽ മഹാസമാധി സമ്മേളനമാണ് നടക്കുന്നത്. തീർത്ഥാടന ഘോഷയാത്ര എന്നൊന്നും പറയുന്നതില്ല. ഏറ്റെടുത്ത് നടത്തേണ്ട സംഘടന പങ്കെടുക്കുവാൻ പാടില്ലെന്ന് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിലേക്ക് തീർത്ഥാടനം നടത്തേണ്ട സംഘടന, മുൻകൈയെടുക്കേണ്ട സംഘടന, ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് കർശന ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം, പലരും തലയിൽ മുണ്ടുവിട്ടുകൊണ്ടാണ് ഇപ്പോഴ് പന്മന ആശ്രമത്തിൽ പോകുന്നത്. കാരണം പറഞ്ഞ ആളിനെ വെറുപ്പിക്കാൻ വയ്യ. എന്തൊരു കഷ്ടം! സ്വാമിജിക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. എനിക്കറിയാം, എന്റെ സുഹൃത്ത് ശ്രീ KDF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി രാമഭദ്രൻ, അദ്ദേഹത്തെ ഞാൻ ഇതിനു വേണ്ടി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ വിളിക്കാൻ തോന്നിയത് ഗുരുവിന്റെ അനുഗ്രഹമാണെന്ന്. അദ്ദേഹം ആ പരിപാടികൾ വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. ജാതിക്കും മതത്തിനുമൊക്കെ എതിരെ, ജാതിയില്ല, മതമില്ല, മനുഷ്യനൊരു ആത്മാവാണെന്നുള്ള ആ ചിന്തയിൽ കൂടി കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ദിനം സമസ്ത നായർ സമാജത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആകമാനം വേരുകളുള്ള, ഈ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിൽ ധാരാളം സമാജങ്ങളുള്ള സമസ്ത നായർ സമാജം ഈ വർഷം തുടങ്ങിവെച്ച ഈ സംരംഭം ബഹുമാന്യനായ ജഡ്ജി ഏതാനും നിമിഷങ്ങൾക്കകം ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഞാനന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും, വരും വർഷങ്ങളിൽ ഒരു മഹാസമ്മേളനമായി മാറും. കേരളത്തിൽ നിന്ന് 10,000 ലക്ഷങ്ങൾ കേരളത്തിന് വെളിയിൽ വരുന്ന ഒരു മഹാ തീർത്ഥാടന കേന്ദ്രമായിട്ട് പന്മന മാറും. അതിനുള്ള നാന്ദി കുറിക്കുവാൻ നമുക്കാണ് അവസരമുണ്ടായിട്ടുള്ളത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിശിഷ്ടാതിഥികൾ എല്ലാവരും മിക്കവാറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് തന്നെ അവരൊക്കെ സമയബന്ധിതമായിട്ടെത്തി. അതൊക്കെ ഒരു സന്തോഷത്തിന്റെ സൂചനയാണ്. ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ടു വന്ന നിങ്ങൾക്കൊക്കെ തന്നെ ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ടതാണ്. എങ്കിലും ഞാൻ എന്റെ കർത്തവ്യം അനുസരിച്ച് ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്.
ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന സമസ്ത നായർ സമാജത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ്, കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം. ഈ പ്രായത്തിലും സമുദായ സേവനം നടത്തുന്ന ശ്രീ പരമേശ്വരൻ നായരിയേട്ടന് സമസ്ത നായർ സമാജത്തിന്റെയും ഈ ആഘോഷ കമ്മിറ്റിയുടെയും പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നീട് നമുക്ക് നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകനാണ്. എന്തോ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ചടങ്ങിന് വരാമെന്ന് ഏറ്റു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉദ്ഘാടകന്മാരെയൊക്കെ അന്വേഷിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അത് എന്ത് സന്തോഷത്തോടാണ് ഈ ചടങ്ങിൽ നിന്ന് പങ്കെടുക്കുവാൻ വന്നത്. വളരെ കൃത്യമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഉദ്ഘാടകനായിട്ട് കിട്ടിയ നിമിഷം മുതൽ ഞങ്ങൾ ആനന്ദ നിർവൃതിയിലാണ്. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയവും മതവും ഒന്നും ഇല്ലല്ലോ. ചട്ടമ്പി സ്വാമികളെ പോലെ തന്നെയുള്ള, ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നാണ്. ബഹുമാന്യനായ ജഡ്ജിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നാണ്. സ്ത്രീയാണോ പുരുഷനാണോ, അതല്ലെങ്കിൽ അവന് ജാതി ഏതാ മതം ഏതാണെന്നൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഉദ്ഘാടകനെ കിട്ടിയത് തന്നെ ചട്ടമ്പി സ്വാമികളുടെ അനുഗ്രഹം കൊണ്ടാണ്. ആദരണീയനായ നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജി ശ്രീ A.V. രാമകൃഷ്ണപിള്ള സാറിനെ ഞാൻ ഈ തീർത്ഥാടനം, ഈ പന്മന തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തി തന്നിട്ടുള്ള അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ എത്തിച്ചേരേണ്ടിയിരുന്ന സമാധി സന്ദേശം നൽകുന്നതിന് എത്തിച്ചേരേണ്ടിയിരുന്ന നമ്മുടെ കേളങ്കണ്ടത്ത് ഗോപിച്ചേട്ടനാണ്. അദ്ദേഹം ഇതിന്റെ സീനിയർ വൈസ് പ്രസിഡന്റാണ്. ഗുരുവായൂരാണ് സ്ഥലം. ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേർക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, വിശിഷ്ടാതിഥി ഡോക്ടർ D.M. വാസുദേവൻ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പള്. അങ്ങനെ തുടങ്ങി ഒരു 4-5 മെഡിക്കൽ കോളേജുകളുടെ പ്രിൻസിപ്പൽ തന്നെയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം കേരളത്തിൽ വളരെ കുറച്ച് സമയം കാണത്തുള്ളൂ. വിദേശ സർവകലാശാലകളിൽ ക്ലാസുകൾ എടുക്കാൻ ലിറ്ററേച്ചറിനോട്ട് പോവുകയാണ്. ആദരണീയനായ ഡോക്ടർ D.M. വാസുദേവൻ അവർക്ക് ഞാൻ സമസ്ത നായർ സമാജത്തിന്റെയും ഈ ആഘോഷ കമ്മിറ്റിയുടെയും പേരിൽ കൃതജ്ഞത സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നീട് ഇന്നിവിടെ നമ്മളെ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ കാളിദാസ ഭട്ടതിരി, യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ്. നമുക്കറിയാം, സമൂഹത്തിൽ വളരെ വളരെ അംഗങ്ങൾ കുറവുള്ള ഒരു വിഭാഗമാണ് യോഗക്ഷേമ സഭ, ബ്രാഹ്മണ സഭ. അദ്ദേഹം അതിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം കേരളത്തിൽ വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സ്വാത്വികനാണ് എല്ലാ അർത്ഥത്തിലും. യോഗക്ഷേമ സഭയുടെ പ്രസിഡന്റ് ആവാൻ സർവദാ യോഗ്യനായ ശ്രീ കാളിദാസ ഭട്ടതിരിപ്പാട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ പരിപാടിക്ക് എത്താമെന്ന് അദ്ദേഹം പറയുകയും സമയബന്ധിതമായിട്ട് എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ പേരിൽ ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞു, ശ്രീ P. രാമഭദ്രൻ, അദ്ദേഹം 2-3 പ്രാവശ്യം നിയമസഭയിലേക്ക് തന്നെ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം KDF-ന്റെ പ്രവർത്തകനാണ്, KDF-ന്റെ സംസ്ഥാന പ്രസിഡന്റ്, കേരള ദളിത് ഫെഡറേഷൻ. പക്ഷെ ഞാൻ